നെഹമ്യാവ് 3-ാം അധ്യായം. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ കതകുകളും വെച്ചു. ഹമ്മേയ ഗോപുരം വരെയും ഹന്നേയൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം യെരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ ഹസനായക്കാർ പണിതു. അവർ അതിന്റെ പടികൾ വെച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഹക്കൂസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരീമോത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെഷേസബേലിന്റെ മകനായ ബേരഖ്യാവിന്റെ മകൻ മെശുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ വാതിൽ പാസെഹയുടെ മകനായ യോയാദയും ബെസോദ്യാവിന്റെ മകനായ മെശുല്ലാമും അറ്റകുറ്റം തീർത്തു. അവർ അതിന്റെ പടികൾ വെച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബിയോന്യനായ മെലത്യാവും മെരോനോധ്യനായ യാദോനും ഗിബിയോന്യരും മിസ്പായരും നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം തട്ടാന്മാരിൽ ഹർഹയ്യാവിന്റെ മകനായ ഉസ്സിയേൽ അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്ത് വീതിയുള്ള മതിൽ വരെ യെരൂശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരൂശലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫായാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരൂമഫിന്റെ മകൻ യെദായാവ് തന്റെ വീട്ടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം ഹശബ്നിയാമിന്റെ മകൻ ഹത്തൂശ് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരീമിന്റെ മകൻ മൽക്കിയാവും പഹത്ത് മോവാബിന്റെ മകൻ ഹഷൂബും അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം യെരൂശലേം ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹീഷിന്റെ മകൻ ഷല്ലൂമും അവന്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. താഴ്വര വാതിൽ ഹനൂനും സാനോഹ് നിവാസികളും അറ്റകുറ്റം തീർത്തു. അവർ അത് പണിത് അതിന്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. കുപ്പവാതിൽ വരെ മതിൽ 1000 മുഴം കേടുപോക്കി. കുപ്പവാതിൽ ബേത് ഹഗേരേം ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു. അവൻ അത് പണിത് അതിന്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. ഉറവുവാതിൽ മിസ്പാ ദേശത്തിന്റെ പ്രഭുവായ കോൽ ഹോസിയുടെ മകനായ ഷല്ലൂൻ അറ്റകുറ്റം തീർത്തു. അവൻ അത് പണിത് മേയ്ച്ചൽ കഴിച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി രാജോദ്യാനത്തിന്റെ നീർപ്പാതിക്കരികെയുള്ള കുളത്തിന്റെ മതിലും ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു. അവന്റെ അപ്പുറം ബേത്സൂർ ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ അസ്ബൂക്കിന്റെ മകൻ നെഹമ്യാവ് ദാവീദിന്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം ലേവ്യരിൽ ബാനിയുടെ മകൻ രഹൂം അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം കെയീല ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹശബ്യാവ് തന്റെ ദേശത്തിന്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം അവന്റെ സഹോദരന്മാരിൽ കെയീല ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹേനാദാദിന്റെ മകൻ ബൗവായി അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം മിസ്പാ പ്രഭുവായ യേശുവയുടെ മകൻ ഏസർ കോണിങ്കലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം സബ്ബായിയുടെ മകൻ ബാരൂക്ക് ആ കോണു തുടങ്ങി മഹാപുരോഹിതനായ എല്യാശീബിന്റെ വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരീമോത്ത് എല്യാശീബിന്റെ വീട്ടുവാതിൽ തുടങ്ങി എല്യാശീബിന്റെ വീട്ടിന്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം
ബെന്യാമീനും ഹശൂബും തങ്ങളുടെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം അനന്യാവിന്റെ മകനായ മൈസേയാവിന്റെ മകൻ അസരിയാവ് തന്റെ വീട്ടിനരികെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഹേനാദാദിന്റെ മകൻ ബിന്നൂവി അസരിയാവിന്റെ വീട് മുതൽ കോണിന്റെ തിരിവു വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. ഊസായിയുടെ മകൻ പാലാൽ കോണിനും കാരാഗ്രഹത്തിന്റെ മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുൻപോട്ട് നിൽക്കുന്ന ഉന്നത ഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം പാരോശിന്റെ മകൻ പെദായാവ് അറ്റകുറ്റം തീർത്തു. ദേവാലയ ദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തുവന്നു. അതിന്റെ ശേഷം തെക്കോവ്യർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിന് നേരെ ഓഫേലിന്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താന്താന്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഇമ്മേരിന്റെ മകൻ സാദോക്ക് തന്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ഷെഖന്യാവിന്റെ മകൻ ഷെമയ്യാവ് അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഷേലെമ്യാവിന്റെ മകൻ ഹനന്യാവും സാലാഫിന്റെ 6ാമത്തെ മകൻ ഹാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ബേരഖ്യാവിന്റെ മകൻ മെശുല്ലാം തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമ്മിഫ്കാദ് വാതിലിന് നേരെ ദേവാലയ ദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കലെ മാളിക മുറി വരെയും അറ്റകുറ്റം തീർത്തു. കോണിങ്കലെ മാളിക മുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു.